ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു MR ഫിസിക്സ് ട്യൂട്ടോറിയൽ. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ അതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ സെൽസിന്റെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പഠിച്ചു. രണ്ട് സെല്ലുകൾ, ഫസ്റ്റ് വൺ ഹാവിംഗ് EMF E1 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1, സെക്കൻഡ് വൺ ഹാവിംഗ് EMF E2 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ഈ രണ്ട് സെല്ലുകളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് EMF എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആയിരിക്കും. അതേപോലെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ആയിരിക്കും. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽസിന്റെ പാരലൽ കോമ്പിനേഷൻ ആണ്. അതേ രണ്ട് സെല്ലുകൾ, ഫസ്റ്റ് വൺ ഹാവിംഗ് EMF E1 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1, സെക്കൻഡ് വൺ ഹാവിംഗ് EMF E2 ആൻഡ് റെസിസ്റ്റൻസ് R2. ദേ ആർ കണക്റ്റഡ് പാരലൽ ടു ഈച്ച് അതർ. ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ശ്രദ്ധിക്കുക, ഇവിടെ സർക്യൂട്ടിൽ എ ബി എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിലാണ് ഒന്നാമത്തെ സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേ രണ്ട് പോയിന്റുകൾക്കിടയിലാണ് രണ്ടാമത്തെ സെല്ലും കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും ഈ രണ്ട് സെല്ലുകളുടെയും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്നാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടാമത്തെ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെയാണ്? എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതായത് രണ്ട് സെല്ലുകളുടെയും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ രണ്ട് സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I1 ആണ്, സെക്കൻഡ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. ഈ രണ്ട് കറണ്ടും കമ്പൈൻ ചെയ്തിട്ട് I എന്ന കറണ്ട് ആയിട്ടാണ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്കറിയാം എന്താണ് EMFും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ. E ഈസ് ഈക്വൽ ടു V പ്ലസ് I ഇൻറ്റു R. ഇവിടെ I കറണ്ടാണ്, സ്മോൾ r ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ IR ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? E മൈനസ് V എന്ന് എഴുതാം. അതായത് I ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? E മൈനസ് V ഡിവൈഡ് ബൈ R എന്ന് എഴുതാം. ഒരു സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ, കറണ്ടിന്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു E മൈനസ് V ഡിവൈഡ് ബൈ R എന്നാണ്. ഈ EMF, V ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സ്മോൾ r ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I1ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്ക് എഴുതാം. ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഫസ്റ്റ് സെല്ലിന്റെ EMF എത്രയാണ്? E1 മൈനസ് ഫസ്റ്റ് സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അത് എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് VAB എന്ന് കൊടുക്കാം, ഹോൾ ഡിവൈഡഡ് ബൈ R1. അതാണ് ഫസ്റ്റ് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. നമുക്കിത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സിമിലർലി രണ്ടാമത്തെ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? I2 ഈക്വൽസ് രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 മൈനസ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, VAB ഹോൾ ഡിവൈഡ് ബൈ R2. ഇത് ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് കറണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് I എന്ന കറണ്ട് ആയിട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ കറണ്ട് I ഈക്വൽസ് I1 പ്ലസ് I2. ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി നമ്മൾ സീരീസ് കോമ്പിനേഷന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാരലൽ കോമ്പിനേഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ല് നമ്മൾ എക്കും ബിക്കും ഇടയിൽ കണക്ട് ചെയ്യുന്നു. എക്കും ബിക്കും ഇടയിലാണ് ഈ കോമ്പിനേഷൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കോമ്പിനേഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ല് നമ്മൾ എക്കും ബിക്കും ഇടയിൽ കണക്ട് ചെയ്യുന്നു. അതായത് എക്കും ബിക്കും ഇടയിൽ ഈ പാരലൽ കോമ്പിനേഷന് പകരം ഒരു സിംഗിൾ സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ കോമ്പിനേഷനിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? I ആണ്. അപ്പൊ ഈക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്ര തന്നെയായിരിക്കും? I തന്നെയായിരിക്കും. ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് EMF എത്രയാണോ അതാണ് ഈ സെല്ലിന്റെ ഇഫക്റ്റീവ് EMF. അത് നമുക്ക് ഈ ഇഫക്റ്റീവ് എന്ന് കൊടുക്കാം. ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണോ അത് തന്നെയാണ് ഈ സെല്ലിന്റെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് നമുക്ക് R ഇഫക്റ്റീവ് എന്ന് കൊടുക്കാം. ഈ കോമ്പിനേഷൻ എക്കും ബിക്കും ഇടയിലാണ്, ഈക്വലന്റ് ആയിട്ടുള്ള ഈ സെല്ലും എക്കും ബിക്കും ഇടയിലാണ്. അതുകൊണ്ട് ഈ സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് Iക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ്?
I is equal to E effective, അതാണ് ഈ സെല്ലിന്റെ EMF, മൈനസ് VAB, അതാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡിവൈഡഡ് ബൈ R effective എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I1, സെക്കൻഡ് സെല്ലിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് I2, ഈ കോമ്പിനേഷനിൽ നിന്നും ഡ്രോ ചെയ്യപ്പെടുന്ന ടോട്ടൽ കറണ്ട് I. ഇതിന് ഈക്വൽ ആയിട്ടൊരു സിംഗിൾ സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്നും ഡ്രോ ചെയ്യുന്ന കറണ്ട് എത്ര തന്നെയായിരിക്കും? I തന്നെയായിരിക്കും. അതിന്റെ EMF, ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് EMF ആണ്, E ഇഫക്റ്റീവ് എന്ന് കൊടുക്കുന്നു. അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഈ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്, അത് R ഇഫക്റ്റീവ് എന്ന് കൊടുക്കും. ഇവിടെ I ഈക്വൽ ടു I1 പ്ലസ് I2, അതാണ് ഇക്വേഷൻ നമ്പർ 3. ആ ഇക്വേഷൻ 3യിലേക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 4ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഐന്റെ വാല്യൂ അത് ഇക്വേഷൻ 4ലുണ്ട്. എന്താണ്? E ഇഫക്റ്റീവ് മൈനസ് VAB ഹോൾ ഡിവൈഡ് ബൈ R ഇഫക്റ്റീവ്, അതാണ് ഐന്റെ വാല്യൂ, ഈക്വൽസ് I1ന്റെ വാല്യൂ E1 മൈനസ് VAB ഹോൾ ഡിവൈഡ് ബൈ R1 പ്ലസ് I2ന്റെ വാല്യൂ E2 മൈനസ് VAB ഹോൾ ഡിവൈഡ് ബൈ R2. This can be written as E effective divided by R effective minus VAB divided by R effective equals E1 by R1 minus VAB divided by R1 plus E2 by R2 minus VAB divided by R2. ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, that is E effective divided by R effective minus VAB into 1 by R effective. VAB into 1 by R effective. VAB by R effective VAB into 1 by R effective സെയിം തന്നെയാണ്. ഈക്വൽസ് E1 by R1 plus E2 divided by R2. E1 by R1 plus E2 by R2. പിന്നെ ബാക്കിയുള്ളത് മൈനസ് VAB by R1 മൈനസ് VAB by R2. അവിടെ മൈനസ് VAB കോമൺ ആയിട്ട് എടുത്താൽ ഇൻറ്റു 1 by R1 പ്ലസ് 1 by R2. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, ഈ രണ്ട് ഇക്വേഷനും ലെഫ്റ്റ് സൈഡും ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ കമ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ E ഇഫക്റ്റീവ് ബൈ R ഇഫക്റ്റീവ് എന്നുള്ള ടേമിന്റെ സ്ഥാനത്താണ് E1 by R1 പ്ലസ് E2 by R2 എന്നുള്ള ടേം വരുന്നത് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലെ E ഇഫക്റ്റീവ് ബൈ R ഇഫക്റ്റീവ് എന്നുള്ള ടേമിന്റെ സ്ഥാനത്താണ് E1 by R1 പ്ലസ് E2 by R2 എന്നുള്ള ടേം വരുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ 1 by R ഇഫക്റ്റീവ് VAB into 1 by R ഇഫക്റ്റീവ് ആണ്. ഇവിടെ VAB into 1 by R1 plus 1 by R2 ആണ്. അപ്പോൾ 1 by R ഇഫക്റ്റീവിന്റെ സ്ഥാനത്താണ് ആര് വരുന്നത്? 1 by R1 plus 1 by R2 എന്നുള്ള ടേം വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? E effective by R effective equals E1 by R1 plus E2 by R2 എന്ന് എഴുതാം. കാരണം E effective by R effectiveന്റെ സ്ഥാനത്താണ് E1 by R1 plus E2 by R2 റൈറ്റ് സൈഡിൽ വരുന്നത്. അതേപോലെ 1 by R effective equals 1 by R1 plus 1 by R2 എന്ന് എഴുതാം. കാരണം റൈറ്റ് സൈഡിൽ 1 by R effectiveന്റെ സ്ഥാനത്താണ് ലെഫ്റ്റ് സൈഡിൽ 1 by R1 plus 1 by R2 എന്നുള്ള ടേം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ, കാരണം നമ്മൾ രണ്ട് സെല്ലുകൾ പാരലായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തതിൻ്റെത് R2. രണ്ട് സെല്ലും പാരലായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണ്ടതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 1 by ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈക്വൽസ് 1 by R1 പ്ലസ് 1 by R2 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, E effective by R effective എന്ന് പറഞ്ഞാൽ E effective into 1 by R effective ആണ് അല്ലെ? E effective by R effective എന്ന് പറഞ്ഞാൽ എന്താണ്? E effective into 1 by R effective ആണ്. 1 by R effective എത്രയാണ്? 1 by R1 plus 1 by R2 ആണ്.
അപ്പോൾ നമുക്ക് ഇ ഇഫക്റ്റീവ് ബൈ ആർ ഇഫക്റ്റീവിനെ എങ്ങനെ എഴുതാം? ഇ ഇഫക്റ്റീവ് ഇൻറ്റു 1/R1 പ്ലസ് 1/R2. കാരണം ഇ ഇഫക്റ്റീവ് ബൈ ആർ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇ ഇഫക്റ്റീവ് ഇൻറ്റു 1/R ഇഫക്റ്റീവ് ആണ്. അപ്പോൾ 1/R ഇഫക്റ്റീവിന് പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി? 1/R1 പ്ലസ് 1/R2 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇ ഇഫക്റ്റീവ് ഇൻറ്റു 1/R1 പ്ലസ് 1/R2 ഈക്വൽസ് E1/R1 പ്ലസ് E2 ഡിവൈഡ് ബൈ R2. ദാറ്റ് ഈസ് ഇ ഇഫക്റ്റീവ് ഇൻറ്റു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 ഈക്വൽസ്, എവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, E1R2 പ്ലസ് E2R1 ഹോൾ ഡിവൈഡ് ബൈ R1 R2. ഇവിടെ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും R1 ഇൻറ്റു R2 ഉണ്ട്. അപ്പോൾ R1 R2 രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോയാൽ ബാക്കി വരുന്നത് ഇ ഇഫക്റ്റീവ് ഇൻറ്റു R1 പ്ലസ് R2 ഈക്വൽസ് E1R2 പ്ലസ് E2R1 എന്ന് വരുന്നത്. അല്ലെങ്കിൽ ഇ ഇഫക്റ്റീവ് ഈക്വൽ ടു എന്താണ്? E1R2 പ്ലസ് E2R1 ഹോൾ ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇതാണ് ഇഫക്റ്റീവ് ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പാരലൽ കോമ്പിനേഷന്റെ കേസിൽ. നോക്കുക, ഇ ഇഫക്റ്റീവ് ഇൻറ്റു R1 പ്ലസ് R2 ഈക്വൽസ് E1R2 പ്ലസ് E2R1 എന്നുള്ളത്. R1R2 ഡിനോമിനേറ്ററിൽ R1R2 ക്യാൻസൽ ആയി പോയി. ഇ ഇഫക്റ്റീവ് ഇൻറ്റു R1 പ്ലസ് R2 ഈക്വൽസ് E1R2 പ്ലസ് E2R1. അങ്ങനെയാണെങ്കിൽ ഇ ഇഫക്റ്റീവ് ഈക്വൽ ടു എന്തായിരിക്കും? R1 പ്ലസ് R2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. ഇ ഇഫക്റ്റീവ് ഈക്വൽസ് E1R2 പ്ലസ് E2R1 ഹോൾ ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ ഇതാണ് ഇഫക്റ്റീവ് ഇ എം എഫിന്റെ ഇക്വേഷൻ. രണ്ട് സെല്ലുകൾ, ഫസ്റ്റ് വൺ ഹാവിംഗ് ഇ എം എഫ് E1 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R1, സെക്കൻഡ് വൺ ഹാവിംഗ് ഇ എം എഫ് E2 ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് R2. ഇവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇ എം എഫിന്റെ വാല്യൂ എത്രയാണ്? ഇ ഇഫക്റ്റീവ് ഈക്വൽസ് E1R2 പ്ലസ് E2R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്നാണ്. ആ കോമ്പിനേഷന്റെ ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/R effective equals 1/R1 plus 1/R2 എന്നാണ്. ഓക്കെ, ഇതാണ് സെല്ലുകളുടെ പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, താങ്ക് യു.